Okay, so the problem is that of a cylinder rolling down an inclined plane. This is one of the common problems in mechanics. Some sort of a cylinder, it can be a hollow cylinder or a solid cylinder, which rolls down an inclined plane, which is having an angle theta with the horizontal. And the most common aim of this problem is to find out the acceleration. Okay, so there can be different aims, like either find the acceleration of the say rolling cylinder. It won't be equal to g. Okay, it will be actually less than g, because it is just rolling down. Now, or it can be to find out what will be the velocity at the say end of its descent, or it can be what is the time taken to reach the bottom of the inclined plane. So several things can be say our aim. So you know how to do this particular problem in terms of mechanics. By Newtonian method, you can always find out the problem once you are able to find out the force and okay, yeah. See, I will reduce the speed, I think. ഇപ്പോൾ ക്ലിയർ ആണോ? ഓക്കെ, ഹലോ ഹലോ, കേൾക്കാമോ? ഓക്കെ, സി നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളായിരിക്കും. എനിവേ ഐ ആം ജസ്റ്റ് റെക്കോർഡിംഗ് ഇറ്റ് ഓൾസോ. നമ്മളുടെ ആരുടെയെങ്കിലും ഒരു വശത്തുള്ള നെറ്റ്വർക്ക് ഇഷ്യൂസ് ആയിരിക്കാം. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഐ ആം റെക്കോർഡിംഗ് ദ സെഷൻ. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ജസ്റ്റ് ഫോളോ, I will be sending the recorded video also later. Okay, so don't worry about it. This is the thing. So let's consider the inclined plane over here. ഇതാണ് inclined plane. I have already drawn the diagram here. So നമുക്ക് കാണാം ഇവിടെ the yellow line here at the bottom denotes the horizontal, as you can see, and the plane is making an angle theta. Theta is the angle made by the inclined plane with the horizontal. Let us say initially the cylinder is kept at the top of this particular, just top of the inclined plane. ഒരു inclined plane നമ്മൾ ഇങ്ങനെ കരുതിയാൽ മതി. ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ സിലിണ്ടറിൻ്റെ it can be just like the cylinder. The cylinder is having some radius r. ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് അല്ലേ, ഒരു എന്താണ്, ഒരു ടിന്ന് പോലെ, റൈറ്റ്? നമുക്ക് തൽക്കാലം ലെറ്റ്സ് ടേക്ക് ഇറ്റ് എസ് എ സോളിഡ് സിലിണ്ടർ. സോ ഐ എം കൺസിഡറിങ് എ സോളിഡ് സിലിണ്ടർ. സോളിഡ് സിലിണ്ടർ ആണോ അല്ലെങ്കിൽ ഹോളോ സിലിണ്ടർ ആണോ എന്നുള്ളത് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിൽ വ്യത്യാസം ഉണ്ടാക്കും. സോ ലെറ്റ് മീ അസ്യൂം ദാറ്റ് ഐ എം കൺസിഡറിങ് എ സോളിഡ് സിലിണ്ടർ, okay, with radius r, which is just rolling down without slipping. So a solid cylinder rolling without slipping. നിങ്ങൾക്കറിയാം അല്ലേ, rolling without slipping. rolling without slipping എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് ഇവിടെ പറയാനുള്ള കാരണം, നമ്മൾ വി ആർ നെഗ്ലക്റ്റിംഗ് ദ ഫ്രിക്ഷൻ. ഓക്കെ, സൈഡിലേക്കൊന്നും സ്ലിപ്പ് ചെയ്ത് പോവാതെ അല്ലേ, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് അണ്ടർ ദി ഇഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി അലോൺ, അണ്ടർ ഗ്രാവിറ്റി, right? So we neglect the friction. That is the meaning of rolling without slipping. സൈഡിലേക്കൊന്നും ചെരിഞ്ഞു പോകുന്നില്ല, നേരെ അത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ താഴേക്ക് റോൾ ചെയ്ത് പോകുന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ കേസ്. നൗ ലെറ്റ്സ് സേ ദാറ്റ് നമുക്കിതിൻ്റെ ആക്സലറേഷൻ ഇങ്ങനെ ഈ റോൾ ചെയ്യുമ്പോൾ താഴേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സ്പീഡ് കൂടി വരും. സോ ഇനീഷ്യലി ലെറ്റ്സ് സേ ദാറ്റ് ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി u is equal to 0 at the top. u equal to 0 at the top. സോ നമുക്ക് താഴെ അതിൻ്റെ ഫൈനലി താഴെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ വെലോസിറ്റി എന്താണെന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇത് താഴേക്ക് റോൾ ചെയ്യുമ്പോൾ ഇതിനൊരു ആക്സലറേഷൻ ഉണ്ടാവും. സോ ദാറ്റ് ആക്സലറേഷൻ ഓൾസോ യു ക്യാൻ ജസ്റ്റ് കാൽക്കുലേറ്റ്. മേ ബി എത്ര സമയത്തിന് ശേഷമാണ് ഇതൊരു സെർട്ടൺ ഡിസ്റ്റൻസ് കവർ ചെയ്യുക, വേണമെങ്കിൽ ബോട്ടം എത്തുക, t ഈക്വൽ ടു എന്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഫൈനലി. ഓക്കെ, നൗ ഐ ആം മേക്കിംഗ് സം അസംഷൻസ് ഹിയർ. let me say that after some time, ഇതിങ്ങനെ താഴേക്ക് ഉരുളാൻ തുടങ്ങിയതിന് കുറച്ച് സമയത്തിന് ശേഷം, ഒരു ടി എന്ന് പറയുന്ന ഒരു സമയത്തിന് ശേഷം, ലെറ്റ് സേ ദാറ്റ് ലെറ്റ് ദിസ് ബി, സോ ദിസ് ഇസ് എ, this is b, let b be the position of the cylinder after a time t. ടി എന്ന് പറയുന്ന ഏതോ ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മൾ ഈ വസ്തുവിനെ നോക്കിയപ്പോൾ അത് ബി എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്ക് എത്തിയെന്ന് കരുതുക. സോ ദ സിലിണ്ടർ ഹാസ് ട്രാവൽഡ് എ ലീനിയർ ഡിസ്റ്റൻസ് ഈക്വൽ ടു എക്സ്, റൈറ്റ്? It has traveled a linear distance equal to x along the inclined plane. Okay, now you have to calculate the Lagrangian of the system anyway. So here
the number of degrees of freedom, how many number of particles are there? So n equal to 1 അല്ലേ, ഒരൊറ്റ മാസേ ഉള്ളൂ. ഓക്കെ, ഒറ്റ സിലിണ്ടർ മാത്രമേ ഉള്ളൂ, എം മാസുള്ള ഒരു സിലിണ്ടർ. സോ ജസ്റ്റ് നമുക്കറിയാം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈക്വൽ ടു 1. പക്ഷേ നമുക്കറിയാം ഈ സിലിണ്ടർ ഇറ്റ് ഈസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് പൊസിഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് കോർഡിനേറ്റ് എക്സ് അല്ലേ. സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം അതിൻ്റെ പൊസിഷനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വേരിയബിൾ മതി. ഇറ്റ്സ് എ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ. മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ആകുമ്പോൾ അതിനാകെ ഒരേ ഒരു വേരിയബിൾ മതിയാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, റൈറ്റ്? ഇറ്റ്സ് നോട്ട്. അപ്പോൾ നമുക്കിവിടെ പറയാം നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 1. കാരണം ഇത് വൺ ഡയമെൻഷണൽ മോഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് കൺക്ലൂഡ് ചെയ്യാം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 1. സൈഡ് വൈസ് സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിയാം ഏതാണ് നമുക്ക് പറ്റിയ ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടോ അത്രയും തന്നെ എണ്ണം ജനറലൈസ് കോർഡിനേറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരേ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡമേ ഉള്ളൂ, അപ്പോൾ ഒരേ ഒരു ജനറലൈസ് കോർഡിനേറ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഏതാണ് ജനറലൈസ് കോർഡിനേറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാണാം ഏതൊക്കെ വേരിയബിൾസ് നമ്മൾ ഓൾറെഡി ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, ശരിയല്ലേ? ഓക്കെ, താഴേക്ക് ഉരുളും തോറും എക്സിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. അറ്റ് ദ ടോപ്പ് പോയിന്റ് എ എക്സ് ഈക്വൽ ടു 0 ആൻഡ് അറ്റ് ദ ബോട്ടം പോയിന്റ് സി, മീൻസ് സി ആണ് ബോട്ടം പോയിന്റ് എന്ന് എഴുതുക. ഞാനൊരു അസംഷൻ കൂടി എടുക്കുകയാണ്. ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ എ സി, ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഞാൻ തൽക്കാലം എൽ എന്ന് മറ്റും എടുക്കുകയാണ്. സോ എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അറ്റ് ബി എക്സ് വിൽ ബി ഈക്വൽ ടു എൽ, അറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു 0. ദാറ്റ്സ് ദ തിങ്. അപ്പോൾ എക്സ് ഒരു വേരിയബിൾ ആവാം. വൈ എന്ന് പറയുന്നത് വേണമെങ്കിൽ വേരിയബിൾ ആയിട്ട് എടുക്കാം. വൈ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റ്. ഓക്കെ, വെർട്ടിക്കൽ ഹൈറ്റ് ട്രാവൽഡ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ വേരിയബിൾ ആയിട്ട് എടുക്കാം. ഇനി തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദ പ്ലെയിൻ. ക്യാൻ യു ടേക്ക് തീറ്റ ആസ് ദ ജനറലൈസ് കോർഡിനേറ്റ് ഹിയർ? തീറ്റ ജനറലൈസ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ട് യു സേ? ക്യാൻ വി ടേക്ക് തീറ്റ ആസ് ദ ഓക്കെ? നമ്മുടെ അതിൽ 3 ചോയ്സ് ഉള്ളത്. ഒന്നുകിൽ എക്സ് ജനറലൈസ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ വൈ ജനറലൈസ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ തീറ്റ ജനറലൈസ് കോർഡിനേറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, മുൻപുള്ള പല പ്രോബ്ലങ്ങളും നമ്മൾ തീറ്റ ആംഗിളിൻ്റെ ജനറലൈസ് കോർഡിനേറ്റ് ആയിട്ട് എടുത്തിരുന്നു. ക്യാൻ വി ടേക്ക് തീറ്റ ആസ് ദ ജനറലൈസ് കോർഡിനേറ്റ് ഹിയർ ഇൻ ദ പ്രോബ്ലം? വാട്ട് ഡു യു സേ? No. Why not? Why not? Yes, answer is correct. Why not? Yeah, very good. Okay, fine. That's correct. Okay, so theta is a constant here, right? അല്ലേ? തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ പ്രോബ്ലത്തിൽ തീറ്റ കോൺസ്റ്റന്റ് ആണ്. ഈ സിലിണ്ടർ താഴേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീറ്റ മാറുന്നില്ല. നിങ്ങൾക്കറിയാം ഒരു കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ ഫംഗ്ഷൻ ഓഫ് ടൈം, റൈറ്റ്? ഓക്കെ, സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റിനെ കോപ്പി ചെയ്യുന്ന അല്ലെ മിമിക് ചെയ്യുന്ന അതിൻ്റെ ഇൻഫർമേഷൻ അടങ്ങിയിരിക്കുന്ന ഒരു വേരിയബിൾ ആയിരിക്കണം ജനറലൈസ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ജനറലൈസ് കോർഡിനേറ്റ് അൺഫോർച്ചുനേറ്റ്ലി തീറ്റ ഈസ് എ കോൺസ്റ്റന്റ് ഹിയർ. സോ നെവർ ചൂസ് തീറ്റ. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് വി ഹാവ് ടു സ്യൂട്ടബിളി സെലക്ട് ദ ജനറലൈസ് കോർഡിനേറ്റ്, ഓക്കെ, വിച്ച് ക്യാൻ റെപ്രസെൻറ്റ് ദ ഡൈനാമിക്സ് ഓഫ് ദ പ്രോബ്ലം. സോ ബൈ എക്സ്പീരിയൻസ് യു വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ഇൻഫർമേഷൻ. സോ what I'm doing, so I have a choice that I can choose x. Okay, so let me choose x be the generalized coordinate. കാരണം തീർച്ചയായിട്ടും സിസ്റ്റം മൂവ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ഒരു മാറ്റം വരുന്നുണ്ട്. മാത്രമല്ല അത് വൺ ഡയമെൻഷൻ മോഷൻ ആണ്. സോ ദ ബെസ്റ്റ് വൺ വിൽ ബി ടു ചൂസ് എക്സ് അലോങ് ദ ലൈൻ ഓഫ് ഡയറക്ഷൻ ഓഫ് ദ മോഷൻ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി വൺസ് യു ആർ ഡൺ ദിസ് മച്ച് മീൻസ് വി ആർ ഇൻ ടു ദ പ്രോബ്ലം നൗ. ഓക്കെ, ഇതാണ് ഏറ്റവും ക്രൂഷ്യലായ ഒരു കാര്യം. ഇത് നമ്മൾ കൂടുതൽ എന്താണ് ദ മോർ പ്രോബ്ലംസ് യു ഡു ദ മോർ വിൽ ബി യുവർ എക്സ്പീരിയൻസ് and the more easy it will be to select your particular generalized coordinate. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ചെയ്യുക. If you can do 100 number of problems, it's well and good. Okay, until you feel confident that in all these different types of mechanical problems you will be able to choose the proper generalized coordinate. You can do that many number of problems. Okay, so that is done. Now let's find out the potential energy and kinetic energy. അല്ലേ, നമുക്ക് L equal to T minus V ലേക്കാണ് പോവേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം, അതുപോലെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. So let me find out the potential energy. I'm not writing anything more. Okay, so I'm just writing the symbols by the time you are familiar. പക്ഷെ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിലൊക്കെ എഴുതുമ്പോൾ see that you write potential energy, V equal to, and you know what to do. Okay, so I'm writing V equal to. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുമ്പോൾ ഈ ഇത്തരം സിസ്റ്റത്തിലൊക്കെ നമുക്ക് എന്ത് വേണം? വി നീഡ് ടു ഹാവ് എ റെഫറൻസ് പൊട്ടൻഷ്യൽ, അല്ലേ? റെഫറൻസ് പോയിന്റ് വേണം. നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഇവിടെ എന്ത് ചെയ്യാം? റെഫറൻസ് പൊട്ടൻഷ്യൽ V equal to 0 എന്നുള്ളത് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ അങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, ഇറ്റ് കുഡ് ഹാവ് ബീൻ അറ്റ് ദ ബോട്ടം പോയിന്റ് ഓൾസോ, ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ, സിയിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ബോട്ടം ലെവലിൽ വേണമെങ്കിൽ V equal to 0 വെക്കാം. ഇറ്റ് വിൽ ബി എ മാറ്റർ ഓഫ് ഓൺലി സൈൻ.
സൈൻ്റെ ഒരു മാറ്ററാണ് വരിക. ഞാൻ ബി ഈക്വൽ ടു 0, സോ ദാറ്റ് ഈസ് റഫറൻസ് ലെവൽ എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഫിക്സ് ചെയ്യാണ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഓക്കെ, അപ്പോൾ എം മാസുള്ള ഒരു വസ്തു എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എവിടെയാണ്, ബി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് കേട്ടോ. സോ അറ്റ് ബി നമ്മൾ ഇൻ്റർമീഡിയറ്റ് പോയിന്റിലാണ് വെക്കുന്നത്, കാരണം അത് ബോഡി ഡൈനാമിക്സിലേക്ക് വരട്ടെ, മൂവ് ചെയ്യാൻ തുടങ്ങണം. അറ്റ് എയിൽ അത് അറ്റ് റെസ്റ്റ് ആണ്, അപ്പോൾ ഞാൻ അറ്റ് ബിയിലാണ് എടുക്കുന്നത്. മോഷൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് പൊസിഷനാണ് ബി. അറ്റ് ബി എന്താണ് നമുക്കറിയാം, വി ഈക്വൽ ടു, അപ്പോൾ നമുക്കറിയാം എന്താണ് വി ഈക്വൽ ടു, സാധാരണഗതിയിൽ നമുക്കറിയാം ഇറ്റ് ഈസ് mgh അല്ലേ, ഇറ്റ് ഈസ് ഫോളിങ് അണ്ടർ ഗ്രാവിറ്റി എലോൺ. സോ ഇറ്റ് ഷുഡ് ബി mg ഇൻറ്റു വെർട്ടിക്കൽ ഹൈറ്റ് ആണ്, റൈറ്റ്, ദാറ്റ് ബി ദ തിങ്. അപ്പോൾ ഞാൻ റെഫറൻസ് ലെവൽ മുകളിൽ വെച്ചുകൊണ്ട് എനിക്കറിയാം വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് y ആണ്, ഡയഗ്രാമിൽ കാണാൻ പറ്റും. y ഈസ് ദ വെർട്ടിക്കൽ ഹൈറ്റ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡാണ് നമുക്കറിയാം. സോ ദ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ് വരിക. സോ ഐ ഹാവ് ടു ടേക്ക് ഓൺലി ദ വെർട്ടിക്കൽ പൊസിഷൻസ്. സോ വി ഈക്വൽ ടു എന്തായിരിക്കണം, ഇറ്റ് ബി mgh, mg ഇൻറ്റു വെർട്ടിക്കൽ ഹൈറ്റ്, എച്ചിന് പകരം എന്ത് കൊടുക്കുക, y എന്ന് കൊടുക്കുക, mgy. നൗ വൺ ക്വസ്റ്റ്യൻ, നമ്മുടെ റെഫറൻസ് പൊട്ടൻഷ്യൽ മുകളിലാണല്ലേ, ബിക്ക് മുകളിലാണല്ലോ റെഫറൻസ് പൊട്ടൻഷ്യൽ, എയിലാണ് വി ഈക്വൽ ടു 0. അപ്പം ഇതിൽ താഴേക്കുള്ള എല്ലാ പൊട്ടൻഷ്യൽ എനർജീസും നമ്മൾ എന്തായിട്ട് എടുക്കും, നെഗറ്റീവായിട്ട് എടുക്കും, മുകളിലേക്കുള്ളതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കും. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് റെഫറൻസ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ ഇതിന് എന്തെടുക്കണം, -mgy എന്നുള്ളതാണ് നമ്മുടെ സൈൻ കൺവെൻഷൻ പ്രകാരം നമ്മൾ എടുക്കുക, -mgy. ദ മൈനസ് ഷോസ് ദാറ്റ് ദ റെഫറൻസ് പൊട്ടൻഷ്യൽ ഈസ് അബവ് ബി, ദാറ്റ്സ് ഓൺലി മീനിങ്. ഇനി നമുക്കറിയാം ഞാൻ വൈക്ക് പകരം ഐ പ്രിഫർ ടു ടേക്ക് എക്സ് ആസ് ദ ജനറലൈസ് കോർഡിനേറ്റ്. അപ്പോൾ നമുക്കിതിനെ വൈ എന്നുള്ളതിനെ എക്സിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതണം. സോ ദാറ്റ് ഈസ് ക്വൈറ്റ് ഈസി, യു നോ, ബിക്കോസ് ദർ ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, സേ ദാറ്റ് ദിസ് ഇസ് സം എ ബി ഡി ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. സോ യു ക്യാൻ റൈറ്റ് വൈ ഇൻ ടേംസ് ഓഫ് എക്സ്. സോ ഇറ്റ് ബി ഈക്വൽ ടു വൈ വിൽ ബി ഈക്വൽ ടു വാട്ട് ദാറ്റ് എക്സ് ഇൻറ്റു സൈൻ തീറ്റ, ഇസ് നോട്ട് ഓപ്പോസിറ്റ് സൈഡ് ആണല്ലോ. സോ വൈ വിൽ ബി ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ തീറ്റ. സോ ഐ ക്യാൻ റൈറ്റ് -mg ഇൻറ്റു എക്സ് സൈൻ തീറ്റ. ഇസ് കറക്റ്റ്, mg ഇൻറ്റു എക്സ് സൈൻ തീറ്റ. നമ്മൾ എന്താണ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ എക്സ് ആണ് ജനറലൈസ് കോർഡിനേറ്റ് ആയിട്ട് എടുത്തത്. സോ വി ആർ ട്രൈങ് ടു എക്സ്പ്രസ് വി ആസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ, മീൻസ് വി ഷുഡ് ബി എക്സ്പ്രസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് അവർ ചോസൻ ജനറലൈസ് കോർഡിനേറ്റ്. Okay, and all other things remaining constants. Theta is constant, m and g are also constant. So this is the first task that we have accomplished. Okay, now similarly we can find out the kinetic energy. So what is the kinetic energy? We are writing it as T. Rolling cylinder ആണ്, ഓർക്കണേ, ഇത് റോളിംഗ് സിലിണ്ടർ ആണ്. അപ്പോൾ ഒരു റോളിംഗ് ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഇറ്റ്സ് റോളിംഗ് ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ഗോട്ട് ബോത്ത് ട്രാൻസ്ലേഷണൽ മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ അല്ലേ. ഇപ്പോൾ ഈ റോളിംഗ് ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷൻ കൊണ്ട് അതിനൊരു ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, റൊട്ടേഷണൽ മോഷൻ കൊണ്ട് അതിനൊരു റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും കൂടി ഉണ്ടാവും. നിങ്ങൾ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ മുമ്പ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. Okay, so total kinetic energy will be equal to the sum of translational kinetic energy due to linear speed v and rotational kinetic energy due to angular speed omega. Correct? So what will be translational kinetic energy? Say u equal to 0, എയിൽ നിന്നും ബിയിലേക്ക് എത്തിയപ്പോൾ ഇതിനൊരു വി എന്ന് പറഞ്ഞൊരു വെലോസിറ്റി എത്തിയിട്ടുണ്ടാവും. വെലോസിറ്റി 0ൽ നിന്ന് കൂടിയിട്ട് വി എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഇവിടെ it will be equal to half into the mass m mass of the cylinder ആണ് v square, half m v square, where v is the velocity at the point b. അത് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്താണ്, ഹാഫ് i omega square. അവിടെയാണ് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മുടെ പിക്ചറിലേക്ക് കടന്നു വരിക. റൊട്ടേഷൻ കൈനറ്റിക്, ഓക്കെ, i is the moment of inertia about the axis of rotation. അതായത് ആക്സിസ് ഓഫ് ദ സിലിണ്ടർ. ഇങ്ങനെ ഒരു സിലിണ്ടറിൻ്റെ ആക്സിസിനെ ആസ്പദമായിട്ടല്ലേ ഇപ്പോൾ സിലിണ്ടർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ താഴേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ അബൌട്ട് ദിസ് ആക്സ് ഓഫ് ദ സിലിണ്ടർ ദർ ഷുഡ് ബി സം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫോർ ദ സിലിണ്ടർ. ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ നിങ്ങൾക്കറിയാം. വാട്ട് ഇസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫോർ എ സിലിണ്ടർ അബൌട്ട് ദ ആക്സിസ് ദാറ്റ് ഐ ഹാവ് ഷോൺ? ഇഫ് m is the mass and see if this is the axis, what will be the moment of inertia about this axis? Can you tell me? For the solid cylinder, can anybody help me? For solid cylinder, what will be the moment of inertia about the given axis? ഇങ്ങനെയാണ് സിലിണ്ടർ. Can you just recall it from your right circular cylinder ആണ്? Can you recall it from your memory and tell me what will be the see the moment of inertia about the axis that I am showing now? Or anybody please? Solid cylinder ആണ്. Your memory will help you. Okay, yeah, let me ask you one thing. നമ്മൾ മുൻപത്തെ ഒരു പ്രോബ്ലം പറഞ്ഞപ്പോൾ വി ഹാവ് ഡൺ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ എക്സാമ്പിൾ നമ്മൾ ചെയ്തിരുന്നു. ഏതാണ്? ഒരു റിങ്ങിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. റിങ്
റിങ്ങിൻ്റെ കേസ് പറഞ്ഞിരുന്നു. ഓൾസോ വി ഹാവ് ഡിസ്കസ് ഐ തിങ്ക് അബൌട്ട് ദ ഡിസ്ക് ഓൾസോ. Can you recall the moment of inertia of a ring about an axis that is passing through its center? That is the simplest one, I think. റിങ്ങിൻ്റെ എം മാസും ആർ റേഡിയസും ഉള്ള റിങ് about this particular just axis. What will be the moment of inertia? Can anybody recall that one? Of a ring about an axis passing through the center, means center of mass, and perpendicular to the plane. What's the moment of inertia? Yes. I is equal to mr square. Yeah, I equal to mr square. I equal to mr square. Very good. Okay. ആരാണ് ഇപ്പോൾ ആൻസർ ചെയ്തത്? പ്ലീസ് ടെൽ മീ. Sir, Aditya. Aditya, can you then recall what will be the moment of inertia for a disk of the same dimensions? ഡിസ്കിന്റെ കേസ് നമ്മൾ എന്താ പറഞ്ഞത്? mr square by 2. Okay, mr square by 2 about this particular axis അല്ലേ? സെയിം ആക്സിസ് ആണ് ഞാൻ പറയുന്നത്. സ്റ്റാൻഡേർഡ് ആക്സിസ് നമ്മൾ ഇതിനെ വിളിക്കുക. പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, ദാറ്റ് ഇസ് നോൺ എ സ്റ്റാൻഡേർഡ് ആക്സിസ്. അപ്പോൾ ഒരു ഡിസ്കിൻ്റെ കേസിലാണെങ്കിൽ ഇത് mr square by 2 ആണ്. നമ്മൾ ഉപയോഗിക്കാത്തപ്പോൾ മറന്നു പോകും. ദാറ്റ് ഇസ് ക്വൈറ്റ് കോമൺ. ഇനി ഈ രണ്ടെണ്ണം ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് ഓക്കെ അറിയാം. ഇനി ഇതാണ് കേസ് എങ്കിൽ പറയൂ, ക്യാൻ യു ഫ്രം ദിസ് എക്സാമ്പിൾ ക്യാൻ യു ജസ്റ്റ് ടെൽ മീ വാട്ട് വിൽ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ സോളിഡ് സിലിണ്ടർ. ഇത് നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റേ പറയാൻ എളുപ്പമാണ്. സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും അബൌട്ട് ദ ആക്സിസ്? ട്രൈ. Chaitra, can you try it? Yes, sir. 3/2 mr square ആണോ? 3/2 mr square ആയിരിക്കുമെന്ന് അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങൾ ഒരുപക്ഷെ ആ ടോപ്പിക്ക് ഉപയോഗിച്ചിട്ട് കുറച്ച് കാലമായി അല്ലേ? ഓക്കെ, നിങ്ങൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒക്കെ പഠിച്ചിട്ട് കുറച്ച് കാലമായി. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൺ. ഓക്കെ, എനിവേ ലെറ്റ് മീ ജസ്റ്റ് എക്സ്പ്ലെയിൻ ഇറ്റ്. നമുക്ക് സമയം കുറച്ച് ലാഭിക്കാൻ വേണ്ടിയിട്ട്. മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഓൾവേസ് ഹാവ് എ തോട്ട് അബൌട്ട് ഇറ്റ്. ഇതിൻ്റെ ഒരു വളരെ എളുപ്പമുള്ളൊരു കാര്യം ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ 4 ഉണ്ടായാലും റിങ്ങിൻ്റെ ഏതായാലും ഓർക്കാൻ വളരെ എളുപ്പമല്ലേ? mr square, ഒരു വള അല്ലേ? ഒരു വളയുടേത് mr square ആണ്. ആക്സിസ് ശ്രദ്ധിക്കണേ. യുനോ എ ബോഡി ക്യാൻ ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ എപ്പോഴും നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ പറയുമ്പോൾ ആക്സിസ് എപ്പോഴും സ്പെസിഫൈ ചെയ്തിരിക്കണം എന്നുള്ള വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്ന എല്ലാ ആക്സിസുകളും എന്താണ്? സ്റ്റാൻഡേർഡ് ആക്സിസ് ആണ്. അതായത് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദാറ്റ് സർക്കുലർ തിങ് ആൻഡ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ റിങ്ങിൻ്റെ കേസിൽ നമ്മൾ mr square ആണെന്ന് കണ്ടു. ഡിസ്കിൻ്റെ കേസിൽ അത് mr square by 2 ആണെന്ന് കണ്ടു. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ട കാര്യങ്ങൾ. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു റിങ്ങിൽ നിന്നും ഒരു സിലിണ്ടർ കിട്ടുക? പറയൂ, ഒരു റിങ്ങിൽ നിന്നും എങ്ങനെയാണ് ഒരു ഹോളോ സിലിണ്ടർ കിട്ടുക? റിങ്ങും ഒരു ഹോളോ സിലിണ്ടർ നമ്മളുടെ ജോമെട്രിക്കൽ റിലേഷൻ എന്താ? നിങ്ങളുടെ കയ്യിൽ ഒരു വളയുണ്ട്. ഓക്കെ, നിങ്ങൾ കയ്യിൽ ഉപയോഗിക്കുന്ന ഒരു വള, അതൊരു റിങ് ആണ് അല്ലേ? ഇനി നിങ്ങൾക്ക് 10 ഒരേപോലെയുള്ള 10 വളയുണ്ടെന്ന് കരുതുക. അതുപോലത്തെ ഈ ഒരു വളയെ മറ്റൊരു വള അല്ലേ, എന്താണ് ഈ 10 വളകളെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നിങ്ങൾ അങ്ങോട്ട് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ വോട്ട് യു ബി ഗെറ്റിംഗ് എ സിലിണ്ടർ? ആർ ഏബിൾ ടു ഗെറ്റ് ദ ഐഡിയ geometrically? Okay, so you can get a hollow cylinder by piling up, by arranging one ring over the other അല്ലേ? ഇപ്പോൾ എന്താണ്, ഏതൊരു സ്പ്രിങ് പോലത്തെ വളയൊക്കെ ഉണ്ട് പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് ഒരു റിങ് മറ്റൊരു റിങ്ങിനെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ സിലിണ്ടർ. ദാറ്റ് ഈസ് നോട്ട് എസ് എ ഹോളോ സിലിണ്ടർ. ഇനി എങ്ങനെയാണ് ഒരു ഡിസ്കിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൻ യു ഗെറ്റ് എ സോളിഡ് സിലിണ്ടർ? ഉദാഹരണത്തിന് നിങ്ങൾ വളയ്ക്ക് പകരം കോയിൻസ് ആണെന്ന് കരുതുക. യു ഹാവ് ഗോട്ട് 1 rupee കോയിൻസ്. നിങ്ങൾക്ക് 10 1 rupee കോയിൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു കോയിൻ്റെ മുകളിൽ 9 1 rupee കോയിൻസ് അങ്ങ് അടുക്കി വെക്കുകയാണെങ്കിൽ, അതായത് ക്യാരംസിലൊക്കെ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയല്ലേ? കോയിൻസിന് ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നിന് മുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കോയിൻസ് നിങ്ങൾ അടുക്കി വെക്കുമ്പോൾ വോട്ട് യു ബി ഗെറ്റിംഗ് എ സോളിഡ് സിലിണ്ടർ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആശയം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ hollow cylinder will be same as that of what? The equation will be same as that of a ring. റിങ്ങിൽ നിന്ന് തന്നെയാണ്, റിങ്ങിൻ്റെ ഒരു ഹയർ ഡയമെൻഷനാണ് ഒരു ഹോളോ സിലിണ്ടർ എന്ന് ഓർത്തിരിക്കുകയും, അതുപോലെ ഒരു എന്താണ് ഒരു ഡിസ്കിൻ്റെ ഒരു ഹയർ ഡയമെൻഷനാണ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോളിഡ് സിലിണ്ടർ എന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിന് ഇക്വേഷൻസ് ഓർത്തിരിക്കാൻ ഒരു വിഷമം ഉണ്ടാവില്ല. അപ്പോൾ റിങ്ങിൻ്റെ ഇക്വേഷൻ എന്താണോ അത് തന്നെയായിരിക്കും ഹോളോ സിലിണ്ടറിൻ്റെ ഇക്വേഷൻ.
ഡിസ്കിൻ്റെ ഇക്വേഷൻ എന്താണോ അത് തന്നെയായിരിക്കും സോളിഡ് സിലിണ്ടറിൻ്റെയും ഇക്വേഷൻ. സോ വാട്ട് ബി ദ ഇക്വേഷൻ ഹിയർ? ഇറ്റ് ബി mr²/2. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. സോ സീ ദാറ്റ് യു റിമെമ്പർ ദ ലോജിക്. ഓക്കെ, ജോമെട്രിക്കലി ദീസ് ടു തിങ്സ് ആർ ഓൾമോസ്റ്റ് ദ സെയിം. അതുകൊണ്ടാണ് അവരുടെ ഒരേ രീതിയിലുള്ള ഇക്വേഷൻസ് വരാനുള്ള കാരണം. ഡയമെൻഷൻസിൽ മാത്രമേ, മാസിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഓക്കെ, ഒരു ഡിസ്കായി മാറുമ്പോൾ മാസ് കൂടിയിട്ടുണ്ടാവും, റേഡിയസ് സെയിം ആണല്ലോ. ഒരു സിലിണ്ടറായിട്ട് മാറുമ്പോൾ മാസ് കൂടിയിട്ടുണ്ടാവും, ഒരു ഡിസ്ക് ആയിരിക്കുമ്പോൾ അതിൻ്റെ മാസ് കുറവാണ്. സോ നോ അതർ ചേഞ്ചസ് ആസ് ഫാർ ആസ് ദ particular object is concerned. So remember, the moment of inertia for the solid cylinder will be that of the disk, that is equal to mr²/2, and that of the hollow cylinder, if the problem is hollow cylinder, that will be simply mr², same as that of the ring. So remember this particular fact. It will be helpful for you later. അപ്പോൾ നമുക്ക് ഏതായാലും നമുക്ക് നേരിട്ട് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. So I'm going to substitute it here. ഇത്തരം ഇൻഫർമേഷൻ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ്. നിങ്ങളിത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റീകോൾ ചെയ്യാനും കൂടെ നല്ലൊരു അവസരമാണ്. സോ സീ ദാറ്റ് യു ഡു മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, ½ mv². രണ്ടാമത്തെ നമുക്ക് ½ i⍵² എന്ന് എഴുതാം അല്ലേ, ½ i⍵², റൈറ്റ്. സോ പക്ഷേ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഈ കൈനറ്റിക് എനർജിയെ എന്തിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതണമെന്ന് പറഞ്ഞിരിക്കുന്നത്? കൈനറ്റിക് എനർജി ഷുഡ് ബി എക്സ്പ്രസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് q ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിട്ട് എഴുതണം? t ആസ് എ ഫംഗ്ഷൻ ഓഫ് x ഡോട്ട് എന്ന് എഴുതാൻ പറ്റണം. അതാണ് നമ്മുടെ എയിം. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. സോ ½ v എന്ന് പറയുന്നത് എന്താണ്? v എന്ന് പറയുന്നത് dx/dt അല്ലേ? നമ്മുടെ പിക്ചറിനകത്ത് v is equal to എന്താണ്? dx/dt ആണ്. തീർച്ചയായിട്ടും x എങ്ങനെ മാറുന്നു എന്നുള്ളതിൻ്റെ റേറ്റ് ആണ്. സോ ഐ ക്യാൻ റൈറ്റ് സിംപ്ലി ആസ് x ഡോട്ട്. സോ ½ mx² പ്ലസ് ½ i എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഫോർ ദ സോളിഡ് സിലിണ്ടർ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. സോ ഐ എം ടേക്കിംഗ് എ സോളിഡ് സിലിണ്ടർ. ഡിപ്പെൻഡിങ് ഓൺ ദ സിലിണ്ടർ, ഓക്കെ, സോളിഡ് സിലിണ്ടർ നമുക്ക് എടുക്കാം തൽക്കാലം. ഇറ്റ് ക്യാൻ ബി ഹോളോ ഓൾസോ. സോ വാട്ട് ബി i ഈക്വൽ ടു mr²/2. mr²/2 ആണ് i. ഒമേഗ എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒമേഗ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് എസ് v ഈക്വൽ ടു r ഒമേഗ അല്ലേ? v ഈക്വൽ ടു r ഒമേഗ. Yeah, so let me write as ω² itself. That will be helping you. ½ i⍵², that's fine. Okay, so it's equal to, again ഇവിടെ എപ്പോഴും പ്രശ്നമുണ്ട് കേട്ടോ. എന്താണ്? ഫസ്റ്റ് ടേം എക്സ് ഡോട്ടിൻ്റെ ടൈമിൽ വന്നു, സെക്കൻഡ് ടൈം എക്സ് ഡോട്ടിൻ്റെ ടൈമിലേക്ക് വന്നിട്ടില്ല. ലെറ്റ്സ് ട്രൈ ടു റീഅറേഞ്ച് ഇറ്റ്. ഓക്കെ, ½ mx². വീണ്ടും നമുക്ക് നോക്കാമല്ലോ. സി ഹാഫ് ഇൻറ്റു 1/2, സോ ഇറ്റ് ഇസ് 1/4. പിന്നെന്താ വരിക? mr² ω². യാ, ഇവിടെ നമുക്കൊരു ചാൻസ് കിടപ്പുണ്ട് അല്ലേ? എന്താണ്? v ഈക്വൽ ടു r ഒമേഗയാണ് അല്ലേ? v ഈക്വൽ ടു r ഒമേഗ. സോ r ഒമേഗ ക്യാൻ ബി റിട്ടൺ ആസ് x ഡോട്ട് because v equal to x dot, right? So what will be this one equal to? So this is further equal to, it's equal to ½ mx² plus what? 1/4 mx². Is it not correct now? So it gives you ½ plus 1/4, that is equal to, finally what? It is equal to, you will be getting 3/4 mx². Okay, fine. So that is my second equation. Can you see that the t has been now expressed as a function of x dot, and v in equation number has been expressed as a function of what? X. So that's enough. Now you are in a position 2. ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. You find out the Lagrangian of the system. So Lagrangian of the system, L defined as simply t minus v, that is equal to what? 3/4 mx² minus that equation number 1. Minus ചേർന്ന് ഇത് പ്ലസ് ആവുന്നു. So it is what? Plus mgx sin theta. mgx sin theta. Right? So this is theta. So that means, see, this is the third equation. Okay? So that's about it. Right? Lagrange കിട്ടി. നിങ്ങൾക്കറിയാം ബാക്കി എന്താ ചെയ്യേണ്ടത്? Now we have to substitute in the Lagrange's equation of motion. What is the Lagrange's equation of motion? The Lagrange's equation of motion in our case will be d by dt of, now it's okay, trivial thing, dou L by dou qj dot എന്നല്ലേ വേണ്ടത്? അപ്പോൾ dou x dot qj equal to x here minus, just a minute, yeah, minus dou L by dou qj എന്ന് പറഞ്ഞാൽ dou x equal to 0. So that is my guiding equation, equation number 4. So I have to now substitute it properly. So let me go to the next page. Right? Okay. So which all things I have to do? So the diagram is the same thing here for your reference. Okay. Right. So let me write d by dt of
d by dt of, I think I can just do it straightforward, right? D by dt of dou L by dou x dot, dou L by dou x dot. L എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതാം അല്ലേ? So what is L equal to? L is equal to 3 by 4 m x dot square plus mgx sin theta. ഇതാണ് നമ്മുടെ L കേട്ടോ. സോ ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട്, എക്സ് ഡോട്ടിൻ്റെ ഫംഗ്ഷൻ ഫസ്റ്റ് ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഒരു 2 വരും അല്ലേ? സോ ഇറ്റ് ബി 2 ഇൻറ്റു, സോ 2 ഇൻറ്റു, ഐ എം റൈറ്റിംഗ് ഇറ്റ് ഹിയർ, 2 ഇൻറ്റു 3 by 4 m x dot എന്ന് വരും. ഇസ് നോട്ട് റൈറ്റ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. So 2 and this, so it is 2 getting cancelled out, right? Now minus dou L by dou x with respect to x എന്ന് പറയുമ്പോൾ എന്താ വരിക, ഇവിടെയുള്ള ടൈമാണ് വരിക. സോ സെക്കൻഡ് ടൈമിൽ നിന്ന് എക്സ് അങ്ങോട്ട് ഒഴിവാക്കി കിട്ടും. സോ ദാറ്റ് ബി മൈനസ് എം ജി സൈൻ തീറ്റ. That should be equated equal to 0. So I have just substituted, that's all, nothing else, right? So that tells you d by dt of 3 by 2 mx dot, 3 by 2 m is constant, so it will be equal to 3 by 2 m x double dot, right? Taking the derivative of x dot, it gives you x double dot is equal to mg sin theta. I am just rearranging it here itself. So the m and m will be getting cancelled. So what you are left with, നമുക്കറിയാം നമുക്ക് വേണ്ട ആക്സലറേഷൻ ആണ്. So what is acceleration? Acceleration is equal to x double dot d square x by dt square. That will be equal to simply 2 by 3 g sin theta. 2 by 3 g sin theta. So that is your answer. Hope that is okay with you. So it is 2 by 3 g sin theta. That will be your answer. So you got the acceleration of the system straightforward by using the Lagrangian mechanics. നമുക്ക് വേണമെങ്കിൽ is it okay with you? Right? Yeah. സോ ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമല്ലോ. സോ ആക്സലറേഷൻ, ലോജിക്കൽ കറക്റ്റ്നെസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. Acceleration depends on what all factors? You can see it depends on g. Of course, it will be depending on g. But it is not equal to g, right? It is less than g. എന്തുകൊണ്ടാണ്? Clearly a is less than g. നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. വെർട്ടിക്കലി താഴേക്ക് വീഴുകയായിരുന്നെങ്കിൽ ഇറ്റ് ബി ഫ്രീ ഫോൾ, a ഈക്വൽ ടു g ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് ജിയുടെ മുഴുവൻ കോമ്പണൻറ്റ് കിട്ടില്ല, അല്ലയോ? ഇത് 2 by 3 ടൈംസ് g സൈൻ തീറ്റയാണ്. നിങ്ങളിങ്ങനെ അസ്യൂം ചെയ്ത് നോക്കിക്കോളൂ. ഇതിൻ്റെ തീറ്റ അല്ലേ, തീറ്റ ഡിപ്പെൻഡൻസ് ഉണ്ടാവും. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ് അല്ലേ വെർട്ടിക്കൽ ആയിട്ട് വരുമ്പോൾ. എന്നാൽ പോലും അത് സ്ലൈഡിങ് ആണ്. ഓക്കെ, റോളിംഗ് ഇസ് നോട്ട്. ഓക്കെ, റോളിംഗ് ആണ്. സോ ഇറ്റ് ബി ഈക്വൽ ടു 2 by 3. അവിടെ ഒരു നോർമൽ റിയാക്ഷൻ്റെ കമ്പോണൻറ്റ് വരും. സോ ദാറ്റ് ഇസ് റീസൺ 2 by 3 g. സോ ഇറ്റ് ബി ഓൾവേസ് ലെസ് ദാൻ g. അതാണ് ഇവിടെ ലോജിക്കൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാനുള്ള വഴി. ഇനി വേണമെങ്കിൽ ഇത് ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തു. ആക്ച്വലി നമുക്ക് എന്താണ്, ഇതൊരു സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ? ഡിഗ്രി ഓഫ് ഫ്രീഡം ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണെങ്കിൽ നമുക്ക് ശരിക്കും ഈ ലഗ്രാഞ്ചസ് മെത്തേഡിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരിട്ട് നമ്മുടെ ന്യൂട്ടോണിയൻ മെത്തേഡിൽ അല്ലെങ്കിൽ സിമ്പിൾ പ്രിൻസിപ്പിൾസ് ഓഫ് മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, മെക്കാനിക്കൽ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ ലഗ്രാഞ്ചിയൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് ലാർജ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള സിസ്റ്റങ്ങളുടെ കേസുകൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെയുള്ള സിസ്റ്റങ്ങളുടെ കേസ് സോൾവ് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സമയം എന്ന് പറയുന്ന കൺസ്ട്രെയിൻ്റ് ആണ്, മാത്തമാറ്റിക്കൽ ഡിഫിക്കൽട്ടീസ് നമ്മൾ അതിനെ പിന്തുടരുന്നതൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മെത്തേഡുകൾ നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ഓൾട്ടർനേറ്റ് മെത്തേഡായിട്ട് ഒരു ഇത് ഓൾട്ടർനേറ്റ് മെത്തേഡും കൂടെ നമുക്ക് പറയാം. ഇതെങ്ങനെ ഈ ഒരു പ്രോബ്ലം ഇതാണ്. ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ PG ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ഒരു പക്ഷേ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നെറ്റിൽ ഒക്കെ നിങ്ങളോട് ഒരു പക്ഷേ സെയിം പ്രോബ്ലം തരും. സെയിം പ്രോബ്ലം തന്നിട്ട് നിങ്ങളോട് ആക്സലറേഷൻ ചോദിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളോട് പറയുന്നില്ല എന്താണ് നിങ്ങൾ ലഗ്രാഞ്ചസ് മെത്തേഡ് വഴി ചെയ്യണമെന്നോ അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെത്തേഡ് വഴി ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ലഗ്രാഞ്ചിയൻ പഠിച്ചതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി മിക്കവാറും ലഗ്രാഞ്ചിയൻ മെത്തേഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, ഇൻ ദോസ് കേസസ് വാട്ട് ഫൈനലി മാറ്റേഴ്സ് ഈസ് ഗെറ്റിംഗ് ദ കറക്റ്റ് ആൻസർ. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളോട് ലഗ്രാഞ്ചിയൻ ചോദിച്ചിട്ടില്ല എങ്കിൽ, ഈ സിസ്റ്റത്തിൻ്റെ ലഗ്രാഞ്ചിയൻ ചോദിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ മാത്രമാണ് കിട്ടുന്നതെങ്കിൽ എപ്പോഴും ഓർക്കുക, നിങ്ങൾക്ക് ഏതൊരു മെത്തേഡ് വെച്ചുകൊണ്ടും ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫൈനൽ ആൻസർ എത്താനുള്ള മെത്തേഡുകൾ നിങ്ങൾ വ്യത്യസ്തമായിട്ട് അറിയണം. ഏതാണോ സിമ്പിൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന മെത്തേഡ്, അത് ന്യൂട്ടോണിയൻ മെത്തേഡായിരിക്കും ചില പ്രോബ്ലങ്ങളിൽ സിമ്പിൾ, ചില പ്രോബ്ലങ്ങളിൽ ലഗ്രാഞ്ചിയൻ മെത്തേഡായിരിക്കും സിമ്പിൾ, ചില പ്രോബ്ലങ്ങളിൽ എന്തായിരിക്കും ചില സിസ്റ്റങ്ങളുടെ പത്ത് നിങ്ങളെ സഹായിക്കുന്നത് ഇവിടെയാണ്. ഏതായിരിക്കും, ഏത് മെത്തേഡായിരിക്കും സിമ്പിൾ എന്ന് തിരിച്ചറിയാനും ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നമ്മൾ ശരിക്കും ശ്രമിക്കേണ്ടത്. ഇന്ന മെത്തേഡ് ഉപയോഗിക്കണം എന്ന് പറയാൻ പറ്റുന്നത് ആകെ ഏതിൽ മാത്രമായിരിക്കും? നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിലായിരിക്കും.
അതുകൊണ്ട് നമുക്ക് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ദാറ്റ് വി ഡിസ്കസ് ദ ഓൾട്ടർനേറ്റ് മെത്തേഡ് ഓൾസോ. എങ്ങനെയാണ് ഇവിടെ ഓൾട്ടർനേറ്റ് മെത്തേഡ് ഉപയോഗിക്കുക? പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഇവിടെ ലോ കൺസർവേഷൻ ഓഫ് എനർജി, ലോ കൺസർവേഷൻ ഓഫ് എനർജി ഉപയോഗിക്കുക. ഇവിടെ എന്താ പറയുകയാണെങ്കിൽ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്. ഇത്തരം കൺസർവേറ്റീവ് സിസ്റ്റങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഇതാണ്. ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് നോക്കുക, ബി എന്ന ഒരു ലൊക്കേഷൻ വരെ ഉരുണ്ട് കഴിയുമ്പോൾ, റോൾ ചെയ്ത് കഴിയുമ്പോൾ, എയിൽ നിന്ന് ബി വരെ ഉരുണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ യു ഈക്വൽ ടു 0 ആണ്. സോ അറ്റ് എ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അവിടെയുള്ള എനർജി മുഴുവൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അറ്റ് ബി എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചോളാം, അവിടെ കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പക്ഷേ ഇറ്റ് ഹാസ് ഗെയിൻഡ് സം കൈനറ്റിക് എനർജി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി കുറച്ചിട്ടുണ്ടാവും, ഇവിടെ കൈനറ്റിക് എനർജി കൂടിയിട്ടുണ്ടാവും. സോ കെ ഇ വുഡ് ഹാവ് ഇൻക്രീസ്ഡ് ആൻഡ് പി ഇ വുഡ് ഹാവ് വാട്ട് റെഡ്യൂസ്ഡ്. അപ്പോൾ ഇവിടെ എത്രത്തോളം കൈനറ്റിക് എനർജി ഗെയിൻ ചെയ്തോ അത് ഇവിടെ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. സോ യു ക്യാൻ ജസ്റ്റ് അറ്റ് ടു ബി, ഞാൻ ഇവിടെ ഇങ്ങനെ എടുക്കുകയാണ്, അറ്റ് ടു ബി. ഇതാണ് അനദർ വേ ഓഫ് സോൾവിങ് ദ പ്രോബ്ലം ഡയറക്ട്ലി വിത്തൗട്ട് ഗോയിങ് ടു ലഗ്രാഞ്ച് രാൻഡോ. ഓക്കെ, അപ്പോൾ ബിയിൽ നിങ്ങൾക്കറിയാം ബിയിൽ എന്താണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സോ വാട്ട് ബി ദ ജസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി, ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ശരിക്കും ആ വാല്യൂവിന് എടുത്താൽ മതിയല്ലോ. എത്രയാണത്, എം ജി വാട്ട് വാസ് ദ വാല്യൂ, എം ജി എക്സ് സൈൻ തീറ്റ അല്ലേ. സോ എം ജി എക്സ് സൈൻ തീറ്റ, എം ജി എക്സ് സൈൻ തീറ്റ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി കേട്ടോ. എം ജി എക്സ് സൈൻ തീറ്റ അത്രത്തോളമാണ് അവിടെ വരെ എത്തുമ്പോൾ ഫ്രം റെഫറൻസ് ലെവൽ ആണല്ലോ, ഇത്രയാണ്. ഓക്കെ, സോ എം ജി എക്സ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി താഴത്തെ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. എം ജി എക്സ് സൈൻ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എത്രയാണ്, അവിടെയുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിച്ചിരുന്നല്ലോ. വാട്ട് വാസ് ദ ടോട്ടൽ കൈനറ്റിക് 4 അല്ലേ. ടോട്ടൽ കൈനറ്റിക് എനർജി അറ്റ് ബി വാസ് ഈക്വൽ ടു 3/4 mx ഡോട്ട് സ്ക്വയർ, അതാണ് ഗെയിന്. So it will be equal to simply 3/4 mx dot square, right? mx dot square. Okay, fine. This is so that is there. പക്ഷേ ഇവിടെ നമുക്ക് വീണ്ടും വിയുടെ ടേംസിലേക്ക് ഒന്ന് മാറ്റണം അല്ലേ. സോ യു ക്യാൻ ജസ്റ്റ് സോൾവ് ഇറ്റ് ആൻഡ് യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഇറ്റ് നൗ. സോ എം ആൻഡ് എം വിൽ ബി ഗെറ്റിംഗ് ക്യാൻസൽഡ്. നിങ്ങൾക്ക് ഇവിടെ ഇനി ആക്സലേഷൻ ടേംസിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചോളൂ. നോക്കാം, ലെറ്റ്സ് സീ ദാറ്റ് you can use v square is equal to u square plus 2as. That is better. I was just trying this one. You can try about by this one. V square is equal to u square plus 2as. നമുക്ക് കാരണം ഇതൊരു വൺ ഡയമെൻഷൻ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണല്ലോ. അപ്പോൾ അവിടെ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ വി എത്രയാണ്, വി ഈസ് ഈക്വൽ ടു സി വാട്ട് ഈസ് വി ഈക്വൽ ടു, ജസ്റ്റ് വി ഗോട്ട് വി ഈക്വൽ ടു ദ കൈനറ്റിക് വി സ്ക്വയർ അല്ലേ. വി സ്ക്വയർ, yes, so you can just substitute this one as some 4/3 alle m g, oh sorry, not m there, 4/3 g x sin theta, that is u square is 0 plus 2 into a into x alle. Okay, അപ്പോൾ അതിൽ നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. Of course you will get it like this. So you will be getting a is equal to 2/3 g sin theta. ഇങ്ങനെ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ഈ സൊല്യൂഷൻ ചെയ്യാം. സോ ട്രൈ ടു ഡു ദ സെയിം പ്രോബ്ലം വിത്ത് ഡിഫറെൻറ്റ് അതർ മെത്തേഡ്സ് ആൻഡ് ചെക്ക് വെദർ യു ആർ ഏബിൾ ടു ഗെറ്റ് ദ സെയിം ആൻസർ ദെയർ ആഫ്റ്റർ. സോ ദാറ്റ്സ് അബൌട്ട് ദ സിലിണ്ടർ റോളിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ഒന്ന് ശ്രമിക്കുക. സോ ഐ തിങ്ക് ഐ വിൽ ജസ്റ്റ് സോൾവ് let me give you try to find out what will be the final velocity. What will be the final velocity at the bottom? നിങ്ങളൊന്ന് പ്രോബ്ലം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുക. വെലോസിറ്റി അറ്റ് സി, what will be velocity at c, ഇതൊന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. So the standard result I can give you, that is 4/3 GEL sin theta, root of 4/3 GL sin theta എന്ന് കിട്ടുന്നുണ്ടോ നോക്കുക. You can use same equations like any kinematic equation like v square equal to u square plus 2as and all for the entire length L. Total length AB equal to L എടുത്താൽ നിങ്ങൾക്ക് ഈ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. Then also you try to find out what is the time taken to reach the bottom. So T is equal to something like 3L/g sin theta. ഇത് ചില സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് തരുന്നു. ട്രൈ ടു ഗെറ്റ് ദിസ് തിങ്സ്. ഓക്കെ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ്, പ്ലീസ് ജസ്റ്റ് ലെറ്റ്സ് ഡു ദാറ്റ് ലേറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്യുക. ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് an hour, getting an hour. So we'll just conclude the session here. If possible, I will just upload one more example for tomorrow, so you can just watch the example, and from
next week onwards, I think we will proceed on to the next topics. Okay, like the mathematical derivation of Lagrange's equation of motion, etc. will be deriving in the next week. Okay.